بسم الله الرحمن الرحيم محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا سيدي جد لي فجودك منتظر للمرتجي لا سيما أهل الفقر ما لي سوى مدحي وحبي من ذخر فهما الأخيرة لي ونعم المدخر. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم.
يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ഈ മഹത്തായ മാസത്തിൽ അവിടുത്തെ മദ്ഹ് പറയാനും അവിടുത്തെ മഹത്വങ്ങൾ ആസ്വദിക്കാനും കേൾക്കാനും സംഘടിപ്പിക്കപ്പെട്ട നമ്മുടെ ഈ പരിപാടി അല്ലാഹു ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനവും മഹത്വവും പറഞ്ഞു തീർക്കാൻ ലോകത്താർക്കും സാധ്യമല്ലെന്ന് നാം ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം ആ കാര്യം അവരുടെ വാചകങ്ങളിൽ വ്യക്തമായി സമ്മതിച്ചിട്ടുമുണ്ട്. എങ്ങനെ അല്ലാഹുവിൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറഞ്ഞു തീർക്കാൻ ആർക്ക് സാധിക്കാനാണ്? അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴൊക്കെ അവൻ പറഞ്ഞ ശൈലി തന്നെ നമുക്ക് കാണാവുന്നതാണ്. കാന ഫദ്ലുല്ലാഹി അലൈക അസീമ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ ബഹുമാനം അത് ഭയങ്കരമാണ് എന്ന് അല്ലാഹു തന്നെ പറയുന്നു. അതുപോലെ ഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ബഹുമാനം, അറിവ്, സന്ദേശം, അതിനെ സംബന്ധിച്ച് അല്ലാഹു തന്നെ പറയുന്നു, അല്ലാഹു നൽകിയ സന്ദേശങ്ങളെല്ലാം നൽകി നിങ്ങൾക്കത് എത്തിപ്പിടിക്കാൻ മനസ്സിലാക്കാനും തന്നെ പ്രയാസമാണ് എന്ന ശൈലിയാണ് അല്ലാഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. ഇനി നമുക്ക് കാണാം, വലസൗഫ യുതീക റബ്ബുക ഫതർളാ. ഓ നബിയെ, അങ്ങയ്ക്ക് അങ്ങയുടെ റബ്ബ് നൽകും. എന്തു നൽകും എന്ന് പറയുന്നില്ല, വേണ്ടതെല്ലാം നൽകും. ഫതർളാ, അപ്പോൾ തങ്ങൾ തൃപ്തിപ്പെടും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൃപ്തിപ്പെടാൻ വേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം നൽകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ പറയുന്നത്. ഇതുപോലെ വഅല്ലമക മാ ലം തകുൻ തഅലം, നബിയെ തങ്ങൾക്ക് അറിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുള്ളതുണ്ടോ, അറിയേണ്ടതുണ്ടോ, എല്ലാം അങ്ങയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിരിക്കുന്നു എന്നാണ് അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് സൃഷ്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമാണ് എന്ന് സൂചിപ്പിക്കുന്ന ശൈലിയിലാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, അത് ഒരു മനുഷ്യന് അനിവാര്യമാണ്. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു
വനസറൂഹു വത്തബഉ النൂറ الذي أنزل معه ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇന്നലെ നാം ഓതി വെച്ചു. വിജയികളായ ആളുകൾക്ക് 4 സവിശേഷതകൾ പറഞ്ഞു. അതിലൊന്നാമതായി പറഞ്ഞത് ഫല്ലദീന ആമനൂ ബിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉറച്ച വിശ്വാസം. ആ വിശ്വാസം അനിവാര്യമാണ്. അതുണ്ടെങ്കിലേ ഒരു മനുഷ്യൻ വിജയിയാകുന്നുള്ളൂ. രണ്ടാമതായി വഅസ്സറൂഹു, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനം നിങ്ങൾക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാം. എത്രത്തോളം ഇൽമ് കൂടുതലുണ്ടോ, എത്രത്തോളം സ്ഥാനം കൂടുതലുണ്ടോ, അത്രത്തോളം മഹാന്മാരായ ആളുകൾ അവരുടെ മഹത്വത്തിനനുസരിച്ച്, അവരുടെ ബഹുമാനമനുസരിച്ച്, അവരുടെ സ്ഥാനവും അറിവുമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടുതൽ ബഹുമാനം പ്രകടിപ്പിച്ചിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ, ലോകത്ത് ഏറ്റവും വിവരമുള്ള, ഈ ഉമ്മത്തിൽ ഏറ്റവും ഈമാനുള്ള, എന്തിനധികം പറയണം, അമ്പിയാക്കളെ കഴിച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മഹത്വമുള്ള വ്യക്തി ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാണിച്ച ബഹുമാനം. രണ്ടാമത്തെ വ്യക്തിയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാണിച്ച ബഹുമാനം ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം 4 റകഅത്തുള്ള ഒരു നിസ്കാരം 2 റകഅത്ത് നിസ്കരിച്ചുകൊണ്ട് അവിടുന്ന് സലാം വീട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ചെയ്യിപ്പിച്ചതിന്റെ പിന്നിൽ പല രഹസ്യങ്ങളുമുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പിൽക്കാലത്ത് പള്ളികളിൽ ഇമാമത്ത് നിൽക്കുന്ന പണ്ഡിതന്മാരിൽ ആരെങ്കിലും 4 റകഅത്തുള്ള നിസ്കാരം 2 റകഅത്ത് മാത്രം നിർവഹിച്ച് മറന്നുകൊണ്ട് സലാം വീട്ടിപ്പോയാൽ അതിന്റെ പേരിൽ ആ പണ്ഡിതനെതിരെ ജനങ്ങൾ നടപടിയെടുക്കാനോ നാട്ടിൽ അതിന്റെ പേരിൽ കുഴപ്പമുണ്ടാകാനോ ഭിന്നിപ്പുണ്ടാകാനോ പാടില്ല. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിക്മത്ത് പ്രകാരം ചെയ്യിപ്പിച്ചൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ 4 റകഅത്തുള്ള നിസ്കാരത്തിൽ ഒരു മറതി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. 2 റകഅത്ത് നിസ്കാരം കഴിഞ്ഞ് അവിടുന്ന് സലാം വീട്ടിപ്പോയി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം അകലെ പോയി അവിടെ നിന്നു. ഈ ഹദീസിൽ നിങ്ങൾക്ക് കാണാം, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ ആ നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഫഹാബാ അൻ യതകല്ലമ, ആ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് 4 റകഅത്തുള്ള നിസ്കാരം 2 റകഅത്താക്കി ചുരുക്കി നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിൽ അങ്ങനെ സംഭവിച്ചിട്ട് എന്താണ് നബിയെ അങ്ങനെ സംഭവിക്കാൻ കാരണം? നിസ്കാരം 4ഉള്ളത് 2ആയി ചുരുക്കി മതിയെന്ന് അള്ളാഹുവിന്റെ പുതിയ ഓർഡർ ഉണ്ടായതാണോ, അതല്ല അവിടുന്ന് മറന്നുപോയതാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കാൻ ഫഹാബാ അൻ യസ്അലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ വിവരമൊന്ന് ചോദിക്കാൻ പോലും ബഹുമാനം കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അറിവുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും
ഉമർ റളിയല്ലാഹു അൻഹുവിനും ധൈര്യം വന്നില്ല. അങ്ങേയറ്റത്തെ ബഹുമാനമാണ് മനസ്സിലുള്ള ബഹുമാനം. ആ ബഹുമാനം കൊണ്ടൊരു സംശയം ചോദിക്കാൻ പോലും അവര് അറച്ചു നിന്നുപോയി. അവർക്ക് ചോദിക്കാൻ സാധിച്ചില്ല. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ബഹുമാനമായിരുന്നു. വലിയവർ, അറിവുള്ളവർക്കാണ് കൂടുതൽ ബഹുമാനമുണ്ടാവുക. അറിവ് എത്രത്തോളം കൂടുതലുണ്ടോ അത്രയും കൂടുതൽ ബഹുമാനമുണ്ടാകും. അറിവ് കുറയുന്നതിനനുസരിച്ച് ബഹുമാനത്തിനും കുറവ് ഉണ്ടാകും. സ്വാഭാവികമാണ്. ഇപ്പൊ നമ്മുടെ ദർസിൽ പഠിക്കുന്ന ഒരു ശരീഅത്ത് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ഉസ്താദിനോട് ഒരു കാര്യം ചോദിക്കാൻ വളരെ ബഹുമാനത്തിലും ആദരവിലും വന്ന് കുറെ ദൂരെ അവിടെ നിന്ന് ഉസ്താദ് എന്തിനാ വന്നത് എന്നൊക്കെ ചോദിച്ചാൽ വിവരം പറയും. ഇല്ലെങ്കിൽ ചിലപ്പോൾ മടങ്ങി ഇങ്ങോട്ട് പോകും. നമ്മളൊക്കെ ഉസ്താദുമാരിന്ന് ഓതി പഠിക്കുന്ന സമയത്ത് അങ്ങനെയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ഇന്നലെ അതുപോലെ 2 ദിവസം മുമ്പും പല നഴ്സറി സ്കൂളിലും ചെറിയ കുട്ടികൾ ഇരിക്കുന്ന സദസ്സിൽ പോയി നബിദിന പരിപാടിയിലും അവാർഡ് ദാന പരിപാടിയിലുമൊക്കെ പങ്കെടുത്തു. ഒരു സ്റ്റേജും വന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ LKGയിലും UKGയിലും 1ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികൾ അങ്ങനെ തന്നെ വന്ന് പോന്നിട്ട് പേരോട് ഉസ്താദേ അസ്സലാമു അലൈക്കും. അപ്പോഴെന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം ആ ചെറിയ മക്കൾക്ക് അത്രമാത്രമേ അറിവ് ആയിട്ടുള്ളൂ എന്നതാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ അല്ലാഹു തആല ബർക്കത്ത് നൽകുമാറാകട്ടെ. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ അറിവ് എത്രത്തോളം കൂടുതൽ ഉണ്ടാകുന്നോ അത്രത്തോളം ബഹുമാനമുണ്ടാവുക എന്നത് വിദ്യാർത്ഥികളിലും അതുപോലെ ജനങ്ങളിലും കാണുന്ന ഒരു അവസ്ഥയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിദ്യാർത്ഥികളിൽ മുതിർന്നവരാണ്, ഏറ്റവും മുതിർന്നവരാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ. അവർക്ക് രണ്ടാൾക്കും 4 റകഅത്തുള്ള നിസ്കാരം 2 ആക്കി ചുരുക്കിയിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കാൻ ധൈര്യമുണ്ടായില്ല. ഹാബാ അയ്യതകല്ലമാ. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യാൻ അവർക്ക് സംസാരിക്കാൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗാംഭീര്യത്തിന്റെ മുന്നിൽ ഭയം തോന്നുകയാണ്. ഏതായിരുന്നാലും ആ സംഭവം അല്ലാഹു ജല്ല ജലാലുഹു ഉണ്ടാക്കിയതിന്റെ പിന്നിൽ ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് നിസ്കാരത്തിൽ മറതി സംഭവിച്ചാൽ എന്തു ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കലും, ഒരു ഇമാമായി നിൽക്കുന്ന പണ്ഡിതന് മറതി സംഭവിച്ചാൽ ആ ഇമാമിന്റെ പേരിൽ അതിന്റെ പേരിൽ നടപടിയെടുക്കാൻ പാടില്ലെന്ന് പഠിപ്പിക്കലും, അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ആ ഇമാം ഒരു മോശക്കാരനാണെന്ന് വിധിക്കരുത് എന്ന് മനസ്സിലാക്കി കൊടുക്കലും, അങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങൾ ആ സംഭവത്തിന്റെ പിന്നിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് ആ വിഷയത്തെ സംബന്ധിച്ച് വിവരം ആളുകൾക്ക് ബോധ്യപ്പെടുകയും വേണമല്ലോ. ബഹുമാനപ്പെട്ട ദുൽയദൈനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അത്ര മുതിർന്ന വിദ്യാർത്ഥി അല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അത്രത്തോളം മുതിർന്ന വിദ്യാർത്ഥിയല്ല, സഹാബത്തിന്റെ കൂട്ടത്തിലുള്ള ചെറിയ വിദ്യാർത്ഥിയാണ്. ആ ദുൽയദൈനി റളിയല്ലാഹു അൻഹു സമീപത്ത് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അഖുസ്റത്തിസ് സ്വലാത്തു അം നസീത, നബിയെ നിസ്കാരം 4 2ആയി ചുരുക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ അവിടുന്ന് മറന്നുപോയതാണോ എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ കണ്ടോ എത്രത്തോളം അറിവും മഹത്വവും കൂടുതലുണ്ടോ അത്രത്തോളം ബഹുമാനം കൂടുതലാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ തന്നെ ധൈര്യം വന്നില്ല. കാരണം ബഹുമാനത്തിന്റെ വർധനവാണ്. ബഹുമാനപ്പെട്ട ദുല്യദൈനി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ മറ്റുള്ളവരെല്ലാവരും മഹാനവറുകൾ പറഞ്ഞതുപോലെ 2 റകഅത്ത് നിസ്കരിച്ചാണ് സലാം വീട്ടിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ, സപ്പോർട്ട് നൽകി സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ 2 റകഅത്തും കൂടി അവിടെ നിന്ന് തന്നെ നിസ്കരിച്ച് അങ്ങനെ അവസാനം സഹ്വിന്റെ സുജൂദ് ചെയ്തുകൊണ്ട് നിസ്കാരത്തിൽ മറന്നുപോയാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ബഹുമാനം ഇനി നിങ്ങൾക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനത്തിന്റെ കാരണം കൊണ്ട് നിങ്ങൾ കണ്ടില്ലേ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഴയില്ലാതെയായപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽ പ്രധാനിയായ അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുന്നിൽ നിർത്തി അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് പ്രാർത്ഥന നടത്തിപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഈ ഉമ്മത്തിലെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെ എണ്ണുമ്പോൾ രണ്ടാമത്തെ ആളാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനം, ആ ബഹുമാന നിമിത്തം നബിയുടെ പിതൃ സഹോദരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിന്റെ സഹോദരനായ അമ്മായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുന്നിൽ നിർത്തി ബഹുമാനപ്പെട്ടവരെ കൊണ്ട് പ്രാർത്ഥന നടത്തിപ്പിച്ചു. അതുകൊണ്ട് മാത്രം ഉമർ റളിയല്ലാഹു അൻഹു നിർത്തിയില്ല. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്നു, ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പ്രാർത്ഥന നടത്തുന്നു. ആ നടത്തുന്ന സമയത്ത് അവിടുന്ന് പറയുന്നു, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫതസ്ഖീനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മഴ കിട്ടാത്ത സമയത്ത് വെള്ളം കിട്ടാൻ വേണ്ടി, മഴ ലഭിക്കാൻ വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കി നബിയെ മുൻനിർത്തി നബിയെ കൊണ്ട് തവസ്സുൽ ചെയ്ത് ഞങ്ങൾ നിന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നീ മഴ തരാറും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കി നബിയെ ഇടയാളനാക്കി ചോദിക്കൽ സഹാബികളായ ഞങ്ങൾക്ക് പതിവുണ്ട്. അങ്ങനെ ചോദിച്ചാൽ നീ തരലും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നത് ഇതാ ഇന്നാ കുന്നാ നതവസ്സലു, അല്ലാഹുവേ വ ഇന്നാ നതവസ്സലു ഇലൈക ബി അമ്മി നബിയിനാ ഫസ്ഖിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഇടയാളനാക്കി ഞങ്ങൾ ഇതാ നിന്നോട് ചോദിക്കുന്നു, അല്ലാഹ് നീ ഞങ്ങൾക്ക് മഴ തരണേ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ നടത്തുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബിന് അറിയാം, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഉദ്ഊനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയാം, അതെ, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദആൻ. എൻ്റെ അടിമകൾ ചോദിച്ചാൽ പറയൂ നബിയെ, ഞാൻ അവരുമായി സമീപസ്ഥനാണ്, അവരെന്നോട് ദുആ ചെയ്താൽ ഞാൻ ഉത്തരം നൽകുന്നവനാണ്. ഇങ്ങനെയൊക്കെ അല്ലാഹു ജല്ല ജലാലുഹു ദുആ ചെയ്താൽ ഉത്തരം കൊടുക്കുമെന്ന് പറഞ്ഞ ആയത്തുകളൊക്കെ നന്നായി അറിയുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ ഇടയാളനാക്കുകയാണ്, മധ്യവർത്തിയാക്കുകയാണ്, ഇടയ്ക്ക് നിർത്തി ചോദിക്കുകയാണ്. ആരെയാണ് ഇടയാളനാക്കുന്നത്? അവിടുന്ന് പറയുന്നു, നബിയെ ഇടയാളനാക്കി ചോദിക്കൽ സഹാബികളായ ഞങ്ങളുടെ പതിവാണ്, അപ്പോൾ ഉത്തരം കിട്ടലും പതിവാണ്. അങ്ങനെ നബിയെ മാത്രം ഇടയാളനാക്കി ചോദിച്ചാൽ പിൽക്കാലത്ത് ചിലപ്പോൾ ജനങ്ങൾക്ക് തോന്നിപ്പോകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമേ ഇടയാളനാക്കി അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റൂ എന്നൊരു തോന്നലുണ്ടാകാൻ പാടില്ലല്ലോ. അത് തിരുത്തപ്പെടാനും കൂടിയാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ദുആ ചെയ്യുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ എന്ന് വിളിച്ച് ദുആ ചെയ്യുന്നു. ആ ദുആയിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവേ, ഇന്നാ നതവസ്സലു ബിഅമ്മി നബിയിനാ, ഞങ്ങളുടെ നബിയുമായി രക്തബന്ധമുള്ള
ഞങ്ങളുടെ നബിയുടെ പിതൃ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഇടയാളനാക്കി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, അല്ലാ ഫസ്ഖിനാ, ഞങ്ങൾക്ക് മഴ തരണേ. ആ ദുആ നടത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ അവിടെ വെച്ച് തന്നെ മഴ നൽകുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ തവസ്സുൽ ചെയ്ത സംഭവം അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സഹാബത്ത് സാധാരണ തവസ്സുൽ ചെയ്യാറുണ്ട്, ഇടയാളനാക്കി അല്ലാഹുവിനോട് ചോദിക്കാറുണ്ട് എന്നത് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഇടയാളനാക്കി ചോദിക്കുകയാണ്. ഇത്ര സംഭവങ്ങളാണ്. ഇനിയും നിങ്ങൾക്ക് കാണാം, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു രണ്ടാളുകളും വാഹനപ്പുറത്ത് ഇങ്ങനെ പോവുകയാണ്. അവിടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, അബൂ സുനാദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ലം യമുറൽ അബ്ബാസ് ബി ഉമർ വ ഉസ്മാൻ വഹുമാ റാകിബാനി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു അവർ ഈ വാഹനപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിലെങ്ങാനും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇല്ലാ നസല, ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്ത് താഴെ ഇറങ്ങും. അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്ത് താഴെ ഇറങ്ങും. അവരെ വാഹനപ്പുറത്ത് താഴെ ഇറങ്ങും. നിങ്ങൾക്ക് കാണാം, ചില ചെറുപ്പക്കാർ അവർ മോട്ടോർ സൈക്കിൾ മേൽ ഇങ്ങനെ പോകുമ്പോൾ അവർ ആദരിക്കുന്ന ഒരു വലിയ പണ്ഡിതൻ വന്നാൽ, അല്ലെങ്കിൽ വേറെ അവർ ആദരിക്കുന്ന ബാപ്പനെ കണ്ടാൽ അവർ പെട്ടെന്ന് മോട്ടോർ സൈക്കിൾ നിർത്തി അവർ പുറത്ത് ഇറങ്ങി നിൽക്കും. അതുപോലെ ചിലർ വാഹനം നിർത്തിയിട്ട് നാം ആദരിക്കുന്ന ആളുടെ അടുത്തേക്ക് പോകും. ബഹുമാനമാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും നിങ്ങൾക്കറിയാം, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയുടെ ബാപ്പയാണ് ഉമർ റളിയല്ലാഹു അൻഹു, അമ്മോശനാണ്. മറ്റേത് അല്ലാഹുവിന്റെ റസൂലിന്റെ പുതിയാപ്പിളയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 പെൺകുട്ടികളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഒന്ന് ആദ്യം കഴിച്ചു, വഫാത്തിന് ശേഷം മറ്റൊന്നുകൂടി കഴിച്ചു. അങ്ങനെ 2 പെൺകുട്ടികളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ സംബന്ധിച്ച് സയ്യിദുൽ അഖ്താൻ എന്ന് പറയാറുള്ളത്. മുമ്പ് ഒരു വിവരമില്ലാത്ത ഒരാൾ ഖുതുബ പരിഭാഷപ്പെടുത്തിയിരുന്നു മലയാളത്തിൽ. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അയാൾ സയ്യിദുൽ അഖ്താൻ എന്നുള്ളൊരു അർത്ഥം എഴുതി കൊടുത്തു, മാർക്കം ചെയ്യുന്ന ആളെ നേതാവ് എന്ന് അർത്ഥം എഴുതി കൊടുത്തു. അതിന്റെ ഉദ്ദേശം അതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുതിയാപ്പിളമാരുടെ നേതാവ് എന്നാണ്. 2 പെൺകുട്ടികളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോൾ മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു കണ്ടാൽ ഇല്ലാ നസല അൻ ദാബത്തിഹിമാ, ഉടനെ തന്നെ വാഹനപ്പുറത്ത് താഴെ ഇറങ്ങും. ഹത്താ യജൂസുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു കടന്നു പോകുന്നത് വരെ അവർ യാത്ര ചെയ്യൂല, അവരവിടെ നിൽക്കും. ഇജ്ലാലൻ ലഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനിച്ചതിന് വേണ്ടി. വയഖൂലാനി, എന്നിട്ട് ആ 2 മഹാന്മാരും പറയും, അമ്മു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയാണ്, ബഹുമാനിക്കാതെ നിർവാഹമില്ല. അപ്പൊ കണ്ടോ, ഇതിലൊരുപാട് പാഠങ്ങളുണ്ട്. ഇതിലൊരുപാട് പാഠങ്ങളുണ്ട്. നമ്മൾ ഒരാളെ ബഹുമാനിക്കുമ്പോൾ ആ ബഹുമാനിക്കുന്ന ആളെയും ബഹുമാനിക്കണം എന്നതിനും അതിൽ പാഠമുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇനിയും നിങ്ങൾക്ക് കാണാം. എന്നാൽ ഈ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചതിൽ അതിരുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, അൻത അക്ബറു അവിൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളാണോ വലുത് അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? നിങ്ങളാണോ വലുത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? ആ ചോദിച്ച ആൾ ഉദ്ദേശിച്ചത് പ്രായം കൊണ്ട് ആർക്കാണ് വലിപ്പം എന്നാണ്. പ്രായം കൊണ്ട് ആരാണ് മൂത്താൾ ആരാണ് എന്നാണ് ചോദിച്ച ആള് ചോദിച്ചതിന്റെ അർത്ഥം. നിങ്ങൾക്കാണോ കൂടുതൽ പ്രായം അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണോ എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃ സഹോദരനോട് ചോദിക്കാൻ. ഉടനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു അതബോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ഹുവ അക്ബറു മിന്നി വ അന വലിതു ഖബ്ലഹു എന്നാ പറഞ്ഞു. ഹുവ അക്ബറു മിന്നി,
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നേക്കാൾ വലിയ ആളാണ്, ആദ്യം പ്രസവിക്കപ്പെട്ടത് എന്നെയാണ്, ആദ്യം ജനിച്ചത് ഞാനാണ്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നേക്കാൾ വലിയ ആളാണ് എന്നാ മറുപടി പറഞ്ഞു. ആര്? അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവരുടെ ബഹുമാനമാണ്. ഇനിയും നിങ്ങൾക്ക് കാണാം ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ 30 എഴുതി ക്രോഡീകരിച്ച മഹാനാണ്. ഖുർആൻ മുഴുവനും അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ഖുർആൻ പൂർണ്ണമായി ഒരു സ്ഥലത്ത് എഴുതി വെക്കുക എന്നത് ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ കൈവശത്തിൽ കാണുന്ന മുസ്ഹഫുകൾ പോലെ ഖുർആൻ മുഴുവനും ഒന്നായി എഴുതി വെച്ച ഒരു കോപ്പി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന സമയത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളുമായി ശക്തിയായ പോരാട്ടം യമാമയിൽ വെച്ച് നടന്നപ്പോൾ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കിയ എത്രയോ സഹാബികൾ അന്ന് ഷഹീദായി പോയി. ആ സമയത്താണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വന്ന് കണ്ടിട്ട് പറയുന്നത്, അബൂബക്കറെ, ഇനിയും ഇതുപോലെ യുദ്ധങ്ങൾ നടന്ന് ഖുർആൻ മനഃപ്പാഠമാക്കിയവർ മരണപ്പെട്ടു പോയാൽ ഖുർആനിലെ ഒരക്ഷരം പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോയി കൂടല്ലോ. ഞാനതുകൊണ്ട് ഭയപ്പെടുകയാണ്. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് എഴുതി ക്രോഡീകരിച്ച് പൂർണ്ണമായി എഴുതി ക്രോഡീകരിച്ചൊന്ന് വെക്കണം എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ടൊരു ചോദ്യം ഉന്നയിച്ചു. ആ ചോദ്യം ഉന്നയിച്ചത് അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹ് അങ്ങനെ തന്നെ ചോദിപ്പിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ചോദിച്ചത്? കൈഫ നഫ്അലു മാ ലം യഫ്അൽഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം നമ്മളെങ്ങനെ ചെയ്യും ഉമറേ? ഞാൻ ഈ അടുത്ത് തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് പോയി. അപ്പോ ചെന്നപ്പോ തന്നെ എനിക്ക് ഒരു നോട്ടീസ് ഇട്ടു. നബിദിനാഘോഷം എന്നൊരു ചോദ്യചിഹ്നം. ഇതിൽ പറയുന്നത് എന്താണ്? നബിദിനാഘോഷം നടത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇതിലാദ്യം തന്നെ പറയുന്ന അറിയോ, നമുക്ക് പരിശോധിക്കാം എന്താണ് നബിദിനം എന്ന് പറഞ്ഞ ഇതാണ്. 1 റബീഉൽ അവ്വലിന്റെ പ്രാധാന്യം. ശേഷം ഇതാണ് ഇസ്ലാം പവിത്രത കൽപ്പിച്ച 4 മാസങ്ങളിൽ ഇൻ ബ്രാക്കറ്റ്സ് ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, റജബ് ബ്രാക്കറ്റ് ക്ലോസ്, റബീഉൽ അവ്വൽ ഇല്ല. അപ്പൊ നിങ്ങൾ കണ്ടോ, സംശയിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നോട്ടീസാണ്. നോട്ടീസിൽ എന്താ പറഞ്ഞത്? ഇസ്ലാം പവിത്രത കൽപ്പിച്ച 4 മാസങ്ങളിൽ റബീഉൽ അവ്വൽ ഇല്ല. ഇത് കണ്ടപ്പോ എനിക്കിങ്ങനെ തോന്നി, പഠിച്ചവനെ ഇവരെക്കാളും വിവരമില്ലാത്തൊരു കക്ഷികൾ അള്ളാഹ് ദുനിയാവിൽ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് ഇങ്ങനെ തോന്നി. എന്താ കാരണം? ഏത് മുസ്ലിമിനും അറിയാം, ഏത് അമുസ്ലിമിനും അറിയാം, മുസ്ലിമീങ്ങൾ ഏറ്റവും ബഹുമാനം കൽപ്പിക്കുന്ന മാസം റമദാൻ മാസമാണ്. അത് ഈ 4-ലില്ലല്ലോ. ഇപ്പറഞ്ഞ 4-ൽ റമദാൻ മാസവും ഇല്ലല്ലോ. അത് ഏത് അമുസ്ലിമിനും അറിയാം, മുസ്ലിമിനും അറിയാം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബഹുമാനമുള്ള മാസം റമദാനാണ്. അത് ഈ 4 മാസത്തിലുണ്ടോ? ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, റജബ്. ഇതിൽ റമദാൻ മാസം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇനി റമദാൻ മാസത്തിനും ബഹുമാനില്ല എന്നാ? റമദാൻ മാസത്തിനും ബഹുമാനില്ല എന്നാണോ? സുബ്ഹാനല്ലാഹ്. അന്ത്യനാളിന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖദന്നാസു റൂസൻ ജുഹാലാ. വിവരമില്ലാത്തവരെ പിടിച്ച് നേതാക്കന്മാരാക്കും ചിലർ. ഫസൂലു ഫഅഫ്തൗ ഫദല്ലു ഫഅദല്ലു. എന്നിട്ട് അവരോട് പലതും ചോദിക്കുകയും അവർ പലതും മറുപടി പറയുകയും ഒക്കെ ചെയ്യും. അവരും പിഴക്കും, മറ്റുള്ളവരെ ഒക്കെ അവർ പിഴപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കാലം വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് തന്നെയല്ലേ നമ്മൾ കാണുന്നത്? സഹീഹുൽ ബുഖാരിക്ക് ഏറ്റവും വലിയ വ്യാഖ്യാനം എഴുതിയ
ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ, അബൂ ശാമ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ, എല്ലാ പണ്ഡിതന്മാരും റബീഉൽ അവ്വൽ മാസത്തിന്റെ ബഹുമാനം അവരുടെ കിതാബിലൊക്കെ പറയാൻ. എന്നിട്ടോ ഒരു കൂട്ടർ ഇറങ്ങിയിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെ, അള്ളാഹു സൽബുദ്ധി നൽകുമാറാകട്ടെ. ഞാനിപ്പോഴും അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇതിൽ പറയുന്ന ഒരു വിഷയം ഉണ്ട്, എന്താണ് അതും കൂടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി പിന്നെ പറയുന്നത് അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജീവിതകാലത്ത്, മുഹമ്മദ് നബി ജീവിതകാലത്ത് ഒരിക്കൽ പോലും നബിദിനം കഴിക്കുകയോ അതിന് കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിങ്കളാഴ്ച നോമ്പെടുത്തിട്ടുണ്ട്. നോമ്പ് സഹാബത്തും എടുക്കാറുണ്ട്. ആ നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങോട്ട് ചോദ്യം ഉന്നയിച്ചപ്പോൾ അവിടുന്ന് തുറന്നങ്ങ് പറഞ്ഞു, ഫീഹി വുലിത്തു, അതെന്റെ ജന്മദിനമാണ് സഹാബികളെ, എന്റെ ജന്മദിനമാണ്, എന്റെ ജന്മദിനത്തിന് ബഹുമാനമുണ്ടെന്ന് ആ വാചകത്തിലൂടെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഇമാം സുയൂത്തി, ഇമാം അബൂ ശാമ, ഇമാം ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹും തുടങ്ങിയ ഇമാമിങ്ങളൊക്കെ അവരെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. ആ വാക്കിലൂടെ അവിടുത്തെ ജന്മദിനത്തിന് ബഹുമാനമുണ്ടെന്ന് അവിടുന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവിടുത്തെ ജന്മദിനാഘോഷ പരിപാടി അനുയായികൾ സംഘടിപ്പിച്ചപ്പോ ആ പരിപാടിയിൽ അവിടുന്ന് പങ്കെടുത്തിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്നത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. ആ വന്ന സമയത്ത് മദീനയിൽ ആ ജന്മദിനത്തിൽ വലിയ വിപുലമായ പരിപാടിയാണ്. ആ പരിപാടിയിൽ ബഹുമാനപ്പെട്ട സഹാബത്ത് അതാ അല്ലാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തി മൗലിദിന്റെ പദ്യങ്ങൾ ചൊല്ലിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അന്ന് ചൊല്ലിയ പദ്യമാണ് തലഅൽ ബദറു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈന മാദാ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിത ബിൽ അംറിൽ മുതാഇ ജിത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറദാഇ. ആ പദ്യത്തിൽ, ആ മൗലിദിൽ തന്നെ മഹാന്മാരായ സഹാബത്ത് പ്രഖ്യാപിച്ചത് എന്താണ്? വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാ. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തനം നടത്തുന്ന, ബാങ്ക് വിളിക്കുന്ന ഒരൊറ്റ മുസ്ലിം ലോകത്ത് ബാക്കിയുള്ള കാലത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് പ്രമാണിച്ചുകൊണ്ട് ശുക്റിന്റെ പ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്യൽ നമുക്ക് കടപ്പാടാണ്. ഈ ഒരു മാസവും ഈ ഒരു ദിവസവും മദീനയിലെത്തിയ ഈ ഒരു ദിവസം മാത്രം ഇത് പോരാ. നബിയുടെ വരവ് പ്രമാണിച്ചുകൊണ്ട് അന്ത്യനാള് വരെ ശുക്റിന്റെ പ്രവർത്തനം നടത്തൽ കടപ്പാടാണ്. ഇതുകൊണ്ടാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്വയിൽ പറഞ്ഞത്, അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്ന ഏത് സൽക്കർമ്മവും, അത് നിങ്ങൾ ഖുർആനോത്താണെങ്കിലും സലാത്ത് ചൊല്ലലാണെങ്കിലും നബിയുടെ മദ്ഹ് പറയലും പാടലുമാണെങ്കിലും അതുപോലെ ഭക്ഷണം ദാനം ചെയ്യലാണെങ്കിലും ഏത് സൽക്കർമ്മങ്ങളിലൂടെയും ആ ശുക്ർ പ്രകടിപ്പിക്കുന്നത് അല്ലാഹുവിങ്കിൽ പ്രതിഫലം കിട്ടുന്ന പുണ്യകർമ്മമാണ്. എന്നാൽ റാഫിളുകൾ എന്ന് പറയുന്ന ഒരു കക്ഷികൾ ഉണ്ടായിരുന്നു. ഈ റാഫിളുകൾ എന്ന് പറയുന്ന കക്ഷികൾ സഹാബികളുടെ കഠിന വിരോധികളായിരുന്നു. അബൂബക്കറും ഉമറും ഉസ്മാനും ഒക്കെ പിഴച്ചുപോയി എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അവർ അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്ന് വാദിച്ചിരുന്നു. അള്ളാഹുവിന് കയ്യും കാലുമൊക്കെ ഉണ്ടെന്ന് വാദിച്ചിരുന്നു. അള്ളാഹു അർശിന്റെ മുകളിൽ ഇരിക്കുകയാണ് എന്ന് വാദിച്ചിരുന്നു. ആ റാഫിളുകൾ എന്ന് പറയുന്ന കക്ഷികൾ പടച്ചവൻ ഇറങ്ങുകയും പോവുകയും വരികയും ചെയ്യുമെന്ന് വാദിച്ചിരുന്നു.
വളരെ പിഴച്ചുപോയൊരു കക്ഷികളാണ് റാഫിദുകൾ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ അങ്ങേയറ്റം പിഴച്ചു, സ്വഹാബത്തിനെ സംബന്ധിച്ച് പിഴച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പിഴച്ചു. അങ്ങനെ പിഴച്ചുപോയ കക്ഷികളാണ് റാഫിദുകൾ എന്ന് പറയുന്നത്. ആ കക്ഷികൾ സഹോദരന്മാരെ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ആ കക്ഷികളാണ് ലോകത്ത് മാസം കണ്ടാൽ നോമ്പെടുത്തൂടാ, മാസം കണ്ടാ പെരുന്നാളായി കൂടാ, കണക്ക് കൂട്ടി നോക്കണം എന്ന് പറഞ്ഞതും അതേ കക്ഷികളാണ്. അങ്ങനത്തെ ഒരുപാട് പുതിയ ആശയങ്ങൾ ഉന്നയിച്ച റാഫിദുകൾ എന്ന് പറയുന്ന കക്ഷി, ആ കക്ഷികൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിഴച്ചു എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് പറഞ്ഞു. അതിനവര് പറഞ്ഞ കാരണം എന്താണെന്നറിയോ? അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർ പറഞ്ഞ കാരണം അതാ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഭരണം നടത്തുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ 30 നമ്മൾ 2 ചട്ടയുടെ ഉള്ളിൽ ഒന്നായി എഴുതി വെക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചല്ലോ, ഉമറേ, കൈഫ നഫ്അലു മാ ലം യഫ്അൽഹു റസൂലുള്ളാഹി, റസൂലുള്ള ചെയ്യാത്ത ഒരു പണി നമുക്ക് ചെയ്യാമോ ഉമറേ? ഇത് അള്ളാന്റെ ദീനല്ലേ, മതമല്ലേ? ഈ മതത്തിൽ റസൂലുള്ള ചെയ്യാത്തൊരു കാര്യം നമുക്ക് ചെയ്യാമോ? ഇത് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. ബുഖാരിയിലെ ഹദീസാണ്. ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഓ സിദ്ദീഖുൽ അക്ബറേ, ഇന്ന ഹാദാ ലവല്ലാഹി ഖൈർ, ഈ കാര്യം വല്ലാഹി ഖൈറായ കാര്യമാണ്, ഈ കാര്യം വല്ലാഹി നല്ല കാര്യമാണ്. നല്ല കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്തുകൂടാ എന്നില്ല. നബി തങ്ങൾ പഠിപ്പിച്ചതിൽ അതുണ്ടായാൽ മതി, നബി അത് ചെയ്തു കാണിക്കണം എന്നില്ല. പരിശുദ്ധ ഖുർആനിൽ ഒരായത്തും നഷ്ടപ്പെടാതെ, ഖുർആനിൽ ഒരക്ഷരവും നഷ്ടപ്പെടാതെ അന്ത്യനാൾ വരെ സൂക്ഷിക്കൽ ആവശ്യമല്ലേ, നല്ലതല്ലേ? ആ നല്ല കാര്യത്തിന് സഹായകമാണ്, ആ നല്ല കാര്യത്തിന് അനിവാര്യമാണ്, ആവശ്യമാണ്. ഖുർആൻ മുഴുവനും എഴുതി വെക്കുക, 2 ചട്ടയുടെ ഉള്ളിൽ എഴുതി വെക്കുക എന്നത് അത് നമ്മളെ ഇക്കാലത്ത് തന്നെ ചെയ്തു വെക്കണം, പിൽക്കാലത്തേക്ക് വിട്ടുകൊടുത്തുകൂടാ. ഈ സഹാബികൾ ജീവിക്കുന്ന നമ്മളെ കാലത്ത് തന്നെ ചെയ്തു വെക്കണം. അത് നിങ്ങളെ നേതൃത്വത്തിൽ തന്നെ നടക്കണം. അത് ഖൈറായ കാര്യമാണ്, നല്ല കാര്യമാണ്. നബി ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി നല്ല കാര്യം ചെയ്തുകൂടാ എന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയാൻ എന്താ കാരണം? ഉമർ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നന്നായി പഠിച്ച മഹാനാണ്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതല്ലേ, ഫമയ്യാമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമയ്യാമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഏതൊരു നല്ല കാര്യം ഒരു അണുമണി തൂക്കമാര് ചെയ്താലും അതിന്റെ പ്രതിഫലം കിട്ടും. നല്ല കാര്യം ചെയ്താൽ പ്രതിഫലം കിട്ടും, അല്ലാഹ് പറഞ്ഞതല്ലേ. മറ്റൊരായത്തിൽ അല്ലാഹ് പറഞ്ഞു, വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. ഏത് നല്ല കാര്യം നിങ്ങൾ ആഖിറത്തിന് വേണ്ടി ചെയ്തു വെച്ചാലും അതിന് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടും. അപ്പൊ നല്ല കാര്യം അത് നല്ലതാണെന്ന് ഖുർആനിന്റെയും ഹദീസിന്റെയും ഇജ്മാഇന്റെയും ഖിയാസിന്റെയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ലതാണെന്ന് അതാ പണ്ഡിതന്മാർക്ക്, ഇമാമിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം അത് മുമ്പ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്ന് നോക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്ന് നോക്കേണ്ടതില്ല. ഖുർആൻ 30 നമ്മൾ എഴുതി വെക്കണം, അതിനൊരു വിരോധവും ഇല്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ പറഞ്ഞ മറുപടി അതാ ഏറ്റവും നല്ല മറുപടിയാണെന്ന് എന്റെ മനസ്സിലും അള്ളാഹു എന്നെ ബോധ്യപ്പെടുത്തി, എനിക്കും അത് ബോധ്യപ്പെട്ടു. അങ്ങനെ ഞാനും അതാ ഉമർ ഇബ്നുൽ ഖത്താബും കൂടി സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ എഴുത്തുകാരനായിരുന്നു, വഹി എഴുതി വെക്കുന്ന ആളായിരുന്നു. ആ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനെ വിളിച്ച്, സയ്യിദേ, നമുക്ക് ഖുർആൻ 30 ഒന്നായി എഴുതി വെക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ സയ്യിദ് റളിയല്ലാഹു അൻഹും അതേ ചോദ്യം തന്നെ ചോദിച്ചു, കൈഫ നഫ്അലു മാ ലം യഫ്അൽഹു റസൂലുള്ളാഹി.
അള്ളാഹുവിന്റെ റസൂൽ ചെയ്യാത്തൊരു കാര്യം നമുക്ക് ചെയ്യാമോ? അപ്പൊ ചെയ്യാം എന്ന് മറുപടി പറയുന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അത് ഖൈറായ കാര്യമാണ്, അതുകൊണ്ട് ചെയ്യണം. നല്ല കാര്യം അത് ചെയ്യണം. അങ്ങനെ ഒരു സഹാബിക്കും തർക്കമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു നല്ല കാര്യം എന്താണ്? ഖുർആൻ 30 ചട്ടയുടെ ഉള്ളിൽ എഴുതി വെക്കുക എന്ന കാര്യം സഹാബികൾ ഒന്നടങ്കം യോജിച്ചുകൊണ്ട് ചെയ്തു. ഖുർആൻ എഴുതി വെച്ചു. ഇപ്പൊ നമ്മൾ മുസ്ഹഫ് നോക്കിയിട്ട് ഖുർആൻ ഓതുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് 30 ജുസുകളുടെ മുസ്ഹഫ് നോക്കി ഖുർആൻ ഓതുന്ന ഒരാളും ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ മുസ്ഹഫ് തന്നെ 30 ഒന്നായിട്ട് എഴുതി വെച്ച ഒറ്റ മുസ്ഹഫ് ഉണ്ടായിരുന്നില്ല. കഷ്ടങ്ങൾ കുറേശ്ശെ ഒരു സൂറത്ത് 2 ആയത്ത് 4 ആയത്ത് ഇങ്ങനെ പലരും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നായിട്ട് എഴുതി വെച്ചിരുന്നില്ല. ഒന്നായിട്ട് എഴുതി വെക്കുക എന്നത് സഹാബത്തിന്റെ കാലത്ത് ആദ്യമായി ചെയ്തത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചെയ്തു. ഇത് ബുഖാരിയിൽ നമുക്ക് ഹദീസ് കാണാം. എന്നാൽ ഈ കാരണം കൊണ്ട്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത കാര്യം ചെയ്തതുകൊണ്ട് സിദ്ദീഖുൽ അക്ബറും ഉമർ ഇബ്നുൽ ഖത്താബും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലി റളിയല്ലാഹു അൻഹും അവരെല്ലാവരും പിഴച്ചുപോയി എന്ന് പുത്തൻവാദികളായ റാഫിളുകൾ പറഞ്ഞു. എന്താണ് അവരുടെ ന്യായം? അവരുടെ ന്യായം ഈ നബിദിനത്തിനെ എതിർക്കുന്ന കക്ഷികളെ നോട്ടീസ് പറഞ്ഞ അതേ ന്യായമാണ്. മുഹമ്മദ് നബി അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യാത്ത കാര്യമാണ് അബൂബക്കർ ഉമറും ചെയ്തത്, അതുകൊണ്ട് അബൂബക്കർ ഉമറൊക്കെ പിഴച്ചുപോയി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. പക്ഷേ അവരൽപ്പവും ചിന്തിച്ചില്ല. ആ ഖുർആനിൽ തന്നെ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന മുഹാജിറുകളും അൻസാരികളുമായ സഹാബികൾ, അതിൽ ഒന്നാമത്തെ മെമ്പറാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ശേഷമുള്ളവരെല്ലാം അതിന്റെ പിന്നിലുള്ളവരാണ്. അങ്ങനെയുള്ള മുഹാജിറുകളും അൻസാരികളുമായ സഹാബികൾ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നല്ല നിലക്ക് അവരെ കുറ്റം പറയാതെ, അവരെ ഇകഴ്ത്താതെ, അവരെ നിസ്സാരപ്പെടുത്താതെ ആ സഹാബത്തിനെ 100% പിന്തുടർന്ന് ജീവിച്ചവരും റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് ഖുർആനിൽ തന്നെയുണ്ട്. അല്ലാഹ് ആരെയാ തൃപ്തിപ്പെട്ടത്? അല്ലാഹ് തൃപ്തിപ്പെട്ടത് ഈ സഹാബികളെ പിന്തുടരുന്നവരെയാണ്. സഹോദരന്മാരെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് മക്കയിലും മദീനയിലും ജുമുഅക്ക് 2 ബാങ്ക് നടപ്പാക്കിയത്. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പിന്തുടരുന്നവരെയാണ് അല്ലാഹ് പൊരുത്തപ്പെട്ടത് ആ ഖുർആനിൽ അല്ലാഹ് പറയുന്നത്. പിന്നെയോ ഒറ്റ ബാങ്ക് വിളിച്ചുകൊണ്ട് ജുമുഅ എന്ന പേരിൽ മീറ്റിംഗ് ചേരുന്നവരുണ്ട്. അത് സഹാബത്തിന്റെ ജുമുഅയല്ല. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ നിങ്ങൾക്കറിയാം, മദീനത്തെ പള്ളിയിലും മക്കയിലും 20 റകഅത്ത് തറാവീഹ് ഇപ്പോഴും നിസ്കരിക്കുന്നുണ്ട്. അത് നടപ്പാക്കിയത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. നടപ്പാക്കിയതിന്റെ കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ നിസ്കാരം അവർ കണ്ടതുകൊണ്ടാണ്. ആ 20 റകഅത്തിന് പകരം എണ്ണം ചുരുക്കുന്നവരുണ്ട്, സഹാബത്തിനെ പിന്തുടർന്നവരല്ല. ആ സഹാബികൾ ലോകമെമ്പാടും പോയി ഇസ്ലാം മതം പ്രചരിപ്പിച്ചപ്പോ നിസ്കാരത്തിന്റെ ഭാഷ അവര് മാറ്റിയിട്ടില്ല, ബാങ്കിന്റെ ഭാഷ മാറ്റിയിട്ടില്ല, ഖുതുബയുടെ ഭാഷ മാറ്റിയിട്ടില്ല, ഇസ്ലാമിന്റെ ഒരു കർമ്മത്തിന്റെയും ഭാഷ അവര് മാറ്റിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച അതേ ഭാഷയിൽ തന്നെയാണ് സഹാബത്ത് അത് ചെയ്ത് നടപ്പാക്കിയത്. കേരളത്തിൽ വന്നവരും ചെയ്തത് അങ്ങനെ തന്നെ, അതേ കൊടുങ്ങല്ലൂരിലെ പള്ളിയിലും ചെയ്തത് അങ്ങനെ തന്നെ, മാടായിൽ ചെയ്തതും അങ്ങനെ തന്നെ, ലോകമെമ്പാടും. അതാണ് ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖുതുബ അറബിയിലാണെങ്കിലേ ജുമുഅ സഹീഹാവുകയുള്ളൂ, ഖുതുബ അറബിയിലല്ലെങ്കിൽ ജുമുഅ ബാത്തിലാണ്. എന്താ കാരണം? ലിതിബാഇസ് സലഫി വൽ ഖലഫി, മുൻഗാമികളും പിൻഗാമികളുമായ സഹാബികളും താബിഈങ്ങളും താബിഉ താബിഈങ്ങളും മുതൽക്ക് എന്റെ ഈ കാലം വരെ ബഹുമാന
ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂബ് തങ്ങൾ പറയുമ്പോ 1000-ഓളം കൊല്ലമായി കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയുന്ന 1000 കൊല്ലമായി ലോകത്ത് ഒരു പള്ളിയിലും അറബിയിലല്ലാതെ ഖുതുബ നടന്നിട്ടില്ല. അതുകൊണ്ട് അറബിയിലാണെങ്കിലേ ജുമഅ സഹീഹാവുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് മീറ്റിംഗ് ആണ്, അത് ജുമഅയല്ല. ഫതുഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു ഹജർ തങ്ങൾ തുഹഫയിൽ പഠിപ്പിക്കുന്നു, അത് തന്നെ ഇമാം റംലി പഠിപ്പിക്കുന്നു, അത് തന്നെ ഇമാം നവവി പഠിപ്പിക്കുന്നു, അത് തന്നെ ഇമാം റാഫിഈ പഠിപ്പിക്കുന്നു. ലോകത്തെല്ലാ ഇമാമിങ്ങളും ഒരുപോലെ പറയുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം സഹോദരന്മാരെ, കാരണം എല്ലാരും പറഞ്ഞ സഹാബികൾ അങ്ങനെയാ ചെയ്തത്. സഹാബികൾ ഒരൊറ്റ ഭാഷയിൽ, ഏത് ഭാഷയിലാണോ ഖുതുബ ഓതിയത് അതേ ഭാഷയിലാ നിസ്കരിച്ചത്, ഏത് ഭാഷയിലാ നിസ്കരിച്ചത് അതേ ഭാഷയിലാ ഖുതുബ ഓതിയത്. അങ്ങനെ തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ചെയ്തത്. ഇത് മഹാന്മാര് മുഴുവനും പറയുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഖുർആനിനെ ഒരു മനുഷ്യൻ പിന്തുടരുന്നുണ്ടെങ്കിൽ സഹാബത്തിനെ പിന്തുടരാതെ നിർവാഹമില്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ് വല്ലദീന തബഉഹും ബിഇഹ്സാൻ, സഹാബത്തിനെ കുറ്റം പറയാതെ, സഹാബത്തിനെ നിസ്സാരപ്പെടുത്താതെ, ആ സഹാബത്തിനെ ആരാണോ പിന്തുടരുന്നത് റളിയല്ലാഹു അൻഹും, അവരെ അല്ലാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു നബിയേ, വറദു അൻഹു, അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കൊണ്ട് ആ മുഅ്മിനീങ്ങളും തൃപ്തിപ്പെട്ടിരിക്കുന്നു നബിയേ. ആ സഹാബത്ത് പിഴച്ചുപോയി എന്നാണ് റാഫിളുകൾ എന്ന് പറയുന്ന പുത്തൻവാദികൾ പറഞ്ഞത്. അതിനവർ പറഞ്ഞ കാരണം ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് പരിശുദ്ധ ഖുർആൻ മുഴുവനും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും മറ്റുള്ള സർവ്വ സഹാബികളും യോജിച്ച് എഴുതി വെപ്പിച്ചതിനാൽ അത് നബി ചെയ്യാത്ത കാര്യമാണ്. നബി ചെയ്യാത്ത കാര്യം ചെയ്താൽ അത് ബിദ്അത്താണ്, അത് പിഴവാണ്. അതുകൊണ്ട് അബൂബക്കർ പിഴച്ചുപോയി എന്ന് റാഫിളുകൾ വാദിച്ചു. ആ വാദം, റാഫിളുകളുടെ അതേ വാദമുള്ള കക്ഷികൾ ഇപ്പോഴും പല സ്ഥലത്തും തലപൊക്കുന്നുണ്ട്. അവരാണ് അള്ളാഹുവിന് കയ്യും കാലും അവയവങ്ങളുണ്ടെന്ന് വാദിക്കുന്നവര്, അവരാണ് അള്ളാഹു അതാ ഇറങ്ങുന്നു പോകുന്നു എന്ന് പറയുന്നവര്, അവരാണ് അള്ളാഹ് അർശിന്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് പറയുന്നവര്, അവരാണ് അതാ കണക്ക് നോക്കിയിട്ട് മാസമുറപ്പിക്കണമെന്ന് പറയുന്നവര്, അവരാണ് സഹോദരന്മാരെ അള്ളാഹുവിന്റെ റസൂല് അവിടുത്തെ ജന്മദിനാഘോഷം സ്വന്തം നടത്തിയിട്ടില്ലെന്ന് വാദിച്ചുകൊണ്ട് പാടില്ലെന്ന് വാദിക്കുന്നത് എല്ലാം സിദ്ദീഖുൽ അക്ബർ പിഴച്ചുപോയി എന്ന് വാദിച്ച റാഫിദുകളുടെ വാദത്തിൽ നുടലെടുത്ത വാദങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അന്ന് പരിശുദ്ധ ഖുർആൻ അന്ന് എഴുതി വെച്ച സഹാബിയായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ അദബാണ് ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ബഹുമാനമാ പറയുന്നത്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരു വാഹനത്തിൽ കയറാൻ പോവുകയാണ്. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും തങ്ങളെ ബഹുമാനിക്കുന്നതാൽ നബിയുടെ കുടുംബത്തെയും ബഹുമാനിച്ചതാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വാഹനത്തിലേക്ക് കയറാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തെ സഹാബത്ത് ബഹുമാനിച്ചത്, അതേ സമയത്ത് നബിയുടെ കുടുംബങ്ങളായ തങ്ങന്മാര് ആലിമീങ്ങളെ ബഹുമാനിച്ചത്. ഈ രണ്ട് ബഹുമാനത്തിന്റെയും നിദാനം എവിടെയാണ്? ആലിമീങ്ങളെ ബഹുമാനിക്കുന്നതിന്റെ കാരണം വറസത്തുൽ അംബിയാ, ആലിമീങ്ങൾ അംബിയാക്കൾ അനന്തരക്കാരാണ്. അംബിയാക്കൾ ഇവിടെ അവകാശമായി വിട്ടേച്ചു പോയത് പൊന്നും പണവുമല്ല, അവര് പഠിപ്പിക്കുന്ന ഇൽമാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമാണ്. ആ ഇൽമ് അവകാശമായി ലഭിച്ചവരാണ് പണ്ഡിതന്മാർ. അതുകൊണ്ട് പണ്ഡിതന്മാർ ആദരിക്കപ്പെടേണ്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമോ അത് അല്ലാഹുവിന്റെ റസൂലുമായി രക്തബന്ധമാണ്. രക്തബന്ധം, റസൂലുള്ളാഹിന്റെ രക്തബന്ധമുള്ളവരെ ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, രണ്ടും നിങ്ങൾ കണ്ടോ? രണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനമാണ്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വലിയ ആലിമാണ്. ഖുർആൻ മുഴുവനും എഴുതി വെക്കാൻ ബഹുമാനപ്പെട്ടവരെയല്ലേ തെരഞ്ഞെടുത്തത്. ബഹുമാനപ്പെട്ടവർ ഒരു വാഹനത്തിലേക്ക് കയറാൻ പോകുമ്പോ അതാ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയുടെ കാലത്തൊരു ചെറിയ കുട്ടിയാണ്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതാ വാഹനം കയറാൻ പോവുകയാണ്.
സെയ്ദ് ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന പണ്ഡിതനായ സഹാബിയെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വാഹനത്തിലേക്ക് കയറാതെ മാറി എവിടെ നിന്നു? മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വിവരമുള്ള പ്രായമുള്ള പണ്ഡിതനായ സഹാബിയാണല്ലോ. ബഹുമാനപ്പെട്ടവര് കയറിയിട്ട് ഞാൻ കയറാമെന്ന നിലക്ക് മാറി നിന്നു. അപ്പോൾ മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന പ്രായമുള്ള പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, തറഹയാ ബിന അമ്മി റസൂലില്ലാഹി, അല്ല നിങ്ങൾ കയറൂ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃ സഹോദരന്റെ മകനാണ്, നിങ്ങൾ നീങ്ങൂ. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇല്ല, ഞാൻ നീങ്ങൂല. ഹകദാ നഫ്അലു ബിൽ ഉലമായി വൽ കുബറാ, ആലിമീങ്ങളെയും പ്രായമുള്ളവരെയും എങ്ങനെയാണ് അവരെ കൊണ്ട് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപ്പാപ്പ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആലിമീങ്ങളെ ബഹുമാനിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രായമുള്ളവരെ ബഹുമാനിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആലിമീങ്ങളെ ബഹുമാനിക്കും, ഞങ്ങൾ പ്രായമുള്ളവരെ ബഹുമാനിക്കും. കണ്ടോ നിങ്ങൾ, രണ്ട് ഭാഗത്തും ബഹുമാനിക്കുന്നതിന്റെ നിദാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ബഹുമാനം. സഹോദരന്മാരെ, അതാ അല്ലാഹു പറഞ്ഞു, ഫല്ലദീന ആമനൂ ബിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ചവർ, വഅസ്സറൂഹു, ആ നബിയെ ബഹുമാനിച്ചവർ. സഹാബത്തിന്റെ ബഹുമാനം നിങ്ങൾക്കറിയാമല്ലോ. കാദൂ യഖ്തതിലൂന അലാ വദൂഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ വദുവെടുത്താൽ ആ വദുവെടുത്ത വെള്ളത്തിന്റെ അവശിഷ്ടം കിട്ടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വെള്ളത്തിന്റെ അവശിഷ്ടം കിട്ടാൻ വേണ്ടി സഹാബത്ത് പരസ്പരം ഉന്തും തിരക്കും കൂട്ടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച വെള്ളം കിട്ടണം. ഫയതമസ്സഹൂന ബിഹി, എന്നിട്ട് സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വെള്ളത്തിന്റെ അവശിഷ്ടം ശരീരത്തിൽ തൊട്ട് പുരട്ടുകയാണ്. അവർക്ക് നേരിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ യഖുദു മിൻ ബലലി അഖീഹി, കിട്ടിയ സഹാബിയുടെ കയ്യിൽ നിന്ന് തൊട്ട് പുരട്ടുകയാണ്. അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വെള്ളത്തിന്റെ അവശിഷ്ടത്തിന് പോലും സഹാബികൾ വലിയ ബഹുമാനം കാണിക്കുന്നു. കഴിഞ്ഞ കൊല്ലം നമ്മൾ പ്രസംഗിച്ച മദ്ഹുർ റസൂലിന്റെ സീഡിയും നാദാപുരത്ത് സംസാരിച്ച പ്രസംഗങ്ങളുടെ സീഡിയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ കൂട്ടത്തിൽ കടവത്തൂരിൽ വെച്ച് ഇതിനു മുമ്പ് നമ്മൾ പ്രസംഗിച്ച ഒരു സീഡിയുടെ ജാറും മദീനയിൽ പോയ ആർക്കും കാണാം. നമുക്ക് ഇവിടെ വെച്ച് തന്നെ ടെലിവിഷൻ തുറന്നു നോക്കിയാൽ വരെ പലപ്പോഴും കാണാം വലിയ പച്ചക്കുബ്ബയുള്ള ജാറം. ആ ജാറം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാറം. ആ ജാറമടക്കമുള്ള ജാറങ്ങളെ സംബന്ധിച്ച് കേരളത്തിലുള്ള ഒരാൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ ജാറങ്ങളൊക്കെ ലഅനത്തിന്റെ കേന്ദ്രങ്ങളാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാറും ലഅനത്തിന്റെ കേന്ദ്രമാണ് എന്ന് പറഞ്ഞു. അയാൾ മരിച്ചുപോയി, ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അയാൾ പ്രസംഗിക്കുന്നത് എൻ്റെ അടുത്ത് CD ഉണ്ട്, അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രസംഗം. അദ്ദേഹം പറഞ്ഞു അത് ജാറങ്ങളൊക്കെ ലഅനത്തിന്റെ കേന്ദ്രമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അത് പൊളിച്ചാൽ, ജാറങ്ങൾ പൊളിച്ചാൽ മുസ്ലിമീങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല മലക്കുകൾ ഇറക്കുമെന്ന് പറഞ്ഞു. ഉമർ മൗലവി എന്ന് പറയുന്ന മൗലവി പ്രസംഗിച്ചതാണ്. ഞാൻ ഇന്നും അദ്ദേഹത്തിന്റെ CD സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, എന്നാൽ സൗദി അറേബ്യയിൽ നമ്മൾ പോയാലോ നമ്മൾക്ക് കാണാം കഅബ ശരീഫിനെ ബഹുമാനിച്ചുകൊണ്ട് കഅബ ശരീഫ് പുതക്കുന്ന വലിയ ഖില്ല കഅബ പുതക്കാൻ വേണ്ടി പണിതുകൊണ്ടിരിക്കുന്നു. ആ ഖില്ല പണിയുന്നതിന് 25 കോടി ഉറുപ്പികയോളം, 2000 കോടി സൗദി റിയാൽ അതിന് ചെലവാണെന്ന് ഇവിടെ ഏഷ്യാനെറ്റ് വാർത്തയുണ്ടായി. ആ ഏഷ്യാനെറ്റ് വാർത്തയിൽ തന്നെ പറഞ്ഞു ഇത് നിർമ്മിക്കുന്ന ആ കമ്പനിയിൽ 200 തൊഴിലാളികൾ ഒരു കൊല്ലം ജോലിയെടുത്തിട്ടാണ് കഅബയുടെ ഖില്ല നിർമ്മിക്കുന്നത്.
കഅബ പൊതിയുന്ന, കഅബ പുതക്കുന്ന ഖില്ല 15 കിലോ സ്വർണം അതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ആ ഖില്ലയുടെ മേലെ ഖുർആനും മറ്റും എഴുതാൻ വേണ്ടി സ്വർണം. എന്നാൽ അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് വേറെ തന്നെ ഒരു ബോർഡും സ്ഥാപിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗദ ശരീഫിന്റെ ഉള്ളിൽ അവിടുത്തെ മഹത്തായ ഖബർ മൂടുന്ന പച്ചപ്പട്ട് നിർമ്മിക്കുന്നതും അതേ കമ്പനിയിൽ വെച്ച് തന്നെയാണ് സൗദി അറേബ്യയിൽ നിന്ന് എന്ന് ഏഷ്യാനെറ്റ് വാർത്തയുണ്ടായി. ആ വാർത്തയും ആ ഖില്ല പണിതുകൊണ്ടിരിക്കുന്ന ചിത്രവും അതിന്റെ അപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗദ ശരീഫിന്റെ മേലെ ഖബർ മൂടുന്ന പച്ചപ്പട്ട് പണിതുകൊണ്ടിരിക്കുന്ന അതിന്റെ ബോർഡും വെച്ചിട്ട് അവിടെ വെച്ച് പച്ചപ്പട്ട് ഇങ്ങനെ നെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെയുള്ള ചിത്രം ഞാൻ കടവത്തൂരിലെ പ്രസംഗത്തിന്റെ CD-യിൽ കയറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കിയാൽ നിങ്ങളെ വീട്ടിൽ വെച്ച് തന്നെ കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, കഅബ ശരീഫിനെ ബഹുമാനിച്ചുകൊണ്ട് കഅബയെ പുതക്കുന്നു മുസ്ലിങ്ങൾ. സൗദി ഗവൺമെന്റ് തന്നെ അതിന് വലിയ ചെലവ് വഹിക്കുന്നു. എന്നാൽ അതേ ഗവൺമെന്റ് തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറം മൂടാൻ വേണ്ടി പച്ചപ്പട്ട് നെയ്തിട്ട് അതുകൊണ്ട് ജാറം മൂടുന്നു. ബഹുമാനമാണ്. വഫാത്തിന്റെ ശേഷവും അവിടുന്ന് കിടക്കുന്ന സ്ഥലത്തെ അടക്കം ബഹുമാനിക്കുകയാണ്. അതാണ് ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തിന്റെ പുറമെ വഅസ്സറൂഹു, നബിയെ ബഹുമാനിക്കുന്നവർ. അല്ലാഹു പ്രത്യേകം പറയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുന്നവർ. വലിയ ബഹുമാനമാണ് സഹാബത്തിന്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വലിയ ബഹുമാനമാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സ്ത്രീകൾക്കൊരു വഅദ് പറഞ്ഞു. സ്ത്രീകൾ കേൾക്കുന്ന വിധത്തിൽ ഒരു വഅദ് പറഞ്ഞു. ആ വഅദ് പറഞ്ഞപ്പോ ആ വഅദ് കേട്ട കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് വഅദിൽ സ്ത്രീകളോട് പറഞ്ഞു, തസദ്ദഖ്ന യാ മഅശറൻ നിസാ വലൗ മിൻ ഹുലിയികുന. സ്ത്രീകളെ നിങ്ങൾ ധർമ്മം ചെയ്യണം. സ്ത്രീകളെ നിങ്ങൾ ധർമ്മം ചെയ്യണം. അത് ശരിയാക്കില്ല മോനെ. സ്ത്രീകളെ നിങ്ങൾ ധർമ്മം ചെയ്യണം. വലൗ മിൻ ഹുലിയികുന, നിങ്ങളുടെ ആഭരണം എടുത്തിട്ടെങ്കിലും ധർമ്മം ചെയ്യണം. നിങ്ങൾ ആഭരണത്തിൽ നിന്നെങ്കിലും ധർമ്മം ചെയ്യണം. സ്ത്രീകളെ നിങ്ങൾ ധാരാളം ധർമ്മം ചെയ്യണം. ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് മടങ്ങി. ബഹുമാനപ്പെട്ട ഒരു ഭർത്താവായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഅദ് കേട്ടു. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളെ നിങ്ങൾ ധർമ്മം ചെയ്യണം. നിങ്ങൾ ആഭരണമെടുത്തെങ്കിലും ധർമ്മം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നക റജുലുൻ ഖഫീഫു ദാത്തിൽ യദി, നിങ്ങൾ വളരെ സാമ്പത്തികമായി ഞെരുക്കമുള്ള ഒരു ഭർത്താവല്ലേ. നിങ്ങൾ എന്റെ ഭർത്താവ്, നിങ്ങൾ സാമ്പത്തികമായി വളരെ പ്രയാസമല്ലേ നിങ്ങൾക്ക്. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അമറനാ ബിസ്സദഖതി, അല്ലാഹുവിന്റെ റസൂൽ ധർമ്മം ചെയ്യാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫഅതിഹി ഫസ്അൽഹു, നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയിട്ട് തങ്ങളോട് ചോദിക്കേ. എന്താ ചോദിക്കേണ്ടത്? ഞാൻ ധർമ്മം ചെയ്യുന്നത് നിങ്ങൾക്ക് എന്നെ ധർമ്മം ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്ക പോയിട്ട് ചോദിക്കുക, എന്ത് തങ്ങൾ ധർമ്മം ചെയ്യണമെന്ന് പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഭാര്യ അവൾ ധർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, എനിക്ക് സാമ്പത്തികമായി പ്രയാസാണ്, അതുകൊണ്ട് എനിക്ക് എന്നെ ധർമ്മം ചെയ്താൽ മതിയോ എന്ന് ഭാര്യ ചോദിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പോയിട്ട് ചോദിച്ചിട്ട് വരൂ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹ പറയാണ്, ഫൈൻ കാന ദാലിക യുജ്സു അന്നി, അത് മതിയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്നെ ധർമ്മം ചെയ്യും, ഭർത്താവായ നിങ്ങൾക്ക് എന്നെ ധർമ്മം ചെയ്യും. എനിക്ക് അല്ലാഹുവിന്റെ അടുത്ത് പ്രതിഫലം കിട്ടണമെന്നേ ഉള്ളൂ. അത് ഞെരുക്കക്കാരനായ നിങ്ങൾക്ക് എന്നെ കിട്ടിക്കോട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. സൈനബ് റളിയല്ലാഹു അൻഹയുടെ നല്ല മനസ്സാണ്. വഇല്ലാ സറഫ്തുഹാ ഇലാ ഗൈരികും, ഇല്ലെങ്കിൽ ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുക്കൂ, വേറെ എവിടെങ്കിലും കൊടുക്കൂ. നിങ്ങൾക്ക് എന്നാ തന്നാ മതി, നിങ്ങൾക്ക് എന്നാ മതി തന്നാ മതിയെങ്കിൽ നിങ്ങൾ തരൂ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈതിഹി അൻതി, അതിപ്പോ എനിക്ക് പോയിട്ട് ചോദിക്കാൻ മടിയാണ്, നീ എന്നെ പോയിട്ട് ചോദിച്ചു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നീ തന്നെ പോയിട്ട് ചോദിച്ചു നോക്ക്, അങ്ങനെ തന്നാ മതിയോ കൊടുത്താ മതിയോ എന്ന് നീ തന്നെ പോയി ചോദിച്ചു നോക്ക്. സൈനബ് ബീവി പറയാണ്, ഞാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മസ്അല ചോദിക്കാൻ വേണ്ടി പോയി.
ഫൈദംറാത്തും മിനൽ അൻസാരി ബിവാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ വാതിൽക്കലെത്തി നോക്കുമ്പോ വേറെ ഒരു സ്ത്രീയുമുണ്ട് അവിടെ വന്ന് നിൽക്കുന്നു. ഹാജത്തി ഹാജത്തുഹാ, എന്റെ ആവശ്യത്തിനാണ് അവളെ ആവശ്യം. അവർ ആ സ്ത്രീയും വന്നത് ഇതേ മസല ചോദിക്കാനാ. ഭർത്താവിന് കഴിവ് കുറവാണ്, അവിടെ സദഖ ഭർത്താവിന് തന്നെ കൊടുത്താൽ മതിയോ എന്ന് ചോദിക്കാനാ വന്നത്. പക്ഷേ വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഉൽഖിയത് അലൈഹിൽ മഹാബ, നബി തങ്ങളോട് അങ്ങനെ അങ്ങ് ചോദിക്കാൻ ആർക്കും ധൈര്യം വരൂല. ഞാൻ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം, സഹാബത്തിന്റെ ബഹുമാനം. അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത ഹൈബത്താണ്, വല്ലാത്ത ഗാംഭീര്യമുണ്ട്. ഗാംഭീര്യം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ താഴ്മ കാണിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക പ്രകൃതി തന്നെ അതാ ഏത് മനുഷ്യരും നോക്കിപ്പോകുന്ന പ്രകൃതിയാണ്. വല്ലാത്ത ഭംഗിയാണ്, വല്ലാത്ത രൂപമാണ്, വല്ലാത്ത മഹത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ ആദരിക്കാതെ ബഹുമാനിക്കാതിരിക്കാൻ കഴിയൂല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഗാംഭീര്യവും ബഹുമാനവുമുണ്ട്. ചോദിക്കാൻ ധൈര്യം വരുന്നില്ല. വാതിൽക്കൽ പോയി ഇങ്ങനെ ഇരിക്കുക ഞങ്ങൾ രണ്ടാളും. അപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ഇറങ്ങി വരുന്നത്. സഹോദരന്മാരെ, ഞങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ മസ്അലയൊന്ന് ചോദിക്കണം. കഴിവില്ലാത്ത ഭർത്താവിന് ഭാര്യമാരെ സദഖ ചെയ്താൽ മതിയോ എന്നൊന്ന് ചോദിക്കണം. അതുപോലെ വീട്ടില് പാവപ്പെട്ട കുട്ടികളുണ്ട്, ഞങ്ങളെ കുട്ടികളല്ല, വേറെ ഭാര്യമാരിലും വേറെ സ്ത്രീകളിലും ഉണ്ടായ കുട്ടികളുണ്ട്, യതീം കുട്ടികളുണ്ട്. അവർക്ക് കൊടുത്താൽ, വീട്ടിലുള്ള കുട്ടിക്ക് തന്നെ കൊടുത്താൽ മതിയോ? അത് ഭർത്താവായിരിക്കും ചെലവിന് കൊടുക്കേണ്ടത്. ആ ഭർത്താവ് ചെലവിന് കൊടുക്കേണ്ട കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഭർത്താവിന്റെ ബന്ധപ്പെട്ടവർ കൊടുക്കേണ്ട ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ? വലാ തുഖ്ബിർഹു മൻ നഹനു, ഞങ്ങൾ ആരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ട. രണ്ട് പെണ്ണുങ്ങൾ ചോദിക്കാമെന്ന് അല്ലാണ്ട് പേര് പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാൻ വേണ്ടി പറയുമ്പോൾ ആവശ്യപ്പെട്ടത് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ രണ്ട് സ്ത്രീകൾ മസ്അല ചോദിക്കാൻ വന്നിട്ടുണ്ടെന്ന വിവരം പറഞ്ഞു. ഉടനെ അള്ളാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, മൻഹുമാ, ഏതാണ് ആ രണ്ട് സ്ത്രീകളും എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണെന്ന് പറയരുത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാ. മൻഹുമാ, ആരാണ് എന്ന് ചോദിച്ചു. പിന്നെ പറയാതിരിക്കാൻ പറ്റൂ? പറഞ്ഞു, ഇമ്രാത്തും മിനൽ അൻസാരി, ഒന്ന് അൻസാരികൾപ്പെട്ട ഒരു സ്ത്രീയാണ്, സൈനബ്, ഒന്ന് സൈനബിയാണ് എന്ന് പറഞ്ഞു. അപ്പ റസൂലുള്ളാഹിന്റെ ചോദ്യം, അയ്യുസയാനി ബിഹിയ, ഏത് സൈനബയാണ്? ഒരുപാട് സൈനബല്ലേ, ഏത് സൈനബയാണ്? ഖാല ഇമ്രാത്തു അബ്ദുല്ലാഹി, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൈനബയാണ്. ഉടനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി, ചോദ്യം ചോദിക്കുന്നവരോടൊക്കെ ഒറ്റവാക്കിൽ അങ്ങ് മറുപടി പറയേണ്ടതില്ല എന്ന് പഠിപ്പിക്കാണ്. എന്തിനാ ചോദിക്കുന്നത്? ആവശ്യത്തിന് തന്നെയാണോ? പഠിക്കാൻ വേണ്ടിയാണോ? അത് ചോദിക്കുന്ന ആളാരാണ്? നല്ല മനസ്സുള്ള ആളാണോ എന്നൊക്കെ നോക്കിയിട്ട് മറുപടി പറഞ്ഞാൽ മതി. വെറുതെ നമ്മളെ നേരം പോക്കേണ്ടതില്ലല്ലോ, വെറുതെ നമ്മളെ സമയം കളയേണ്ടതില്ലല്ലോ. അപ്പൊ ചോദിക്കുന്നത് പഠിക്കാനാണെന്നും പഠിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണെന്നും അതിനു വേണ്ടി വന്ന സ്ത്രീകളാണെന്നും ബോധ്യപ്പെട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്. എന്താ മറുപടി പറഞ്ഞത്? ലഹുമാ അജ്റാൻ, അജ്റുൽ ഖറാബത്തി വഅജ്റുസ് സദഖ. ആ രണ്ട് സ്ത്രീകളും, ഭർത്താവ് ദാരിദ്ര്യമുള്ള ഭർത്താവിന് ധർമ്മം ചെയ്താൽ അവർക്ക് രണ്ട് പ്രതിഫലമുണ്ട്. ഒന്ന്, അവരുടെ ഭർത്താവിനെ സ്നേഹിക്കുകയും ഭർത്താവിനെ ബഹുമാനിക്കുകയും ഭർത്താവിനെ സഹായിക്കുകയും ചെയ്ത ആ ബന്ധം, അവർ തമ്മിലുള്ള അടുപ്പം, ആ അടുപ്പത്തിൽ സഹായം ചെയ്തതിനാൽ അവർ തമ്മിലുള്ള ബന്ധമനുസരിച്ചുള്ള ഒരു പ്രതിഫലം അവർക്കുണ്ട്. വാജിറുസ് സദഖത്തി, സദഖ കൊടുത്തു എന്ന പ്രതിഫലവുമുണ്ട്. അങ്ങനെ ഭർത്താവിനെ സ്നേഹിക്കുകയും ഭർത്താവിനെ സഹായിക്കുകയും ചെയ്ത പ്രതിഫലവും സദഖ കൊടുത്തു എന്ന പ്രതിഫലവും, അങ്ങനെ ദാരിദ്ര്യമുള്ള ഭർത്താവിനോ ദാരിദ്ര്യമുള്ള കുടുംബങ്ങൾക്കോ കൊടുത്താൽ അതിന് രണ്ട് പ്രതിഫലമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കുടുംബക്കാരെ ശ്രദ്ധിക്കണം, കുടുംബക്കാർക്ക് ധർമ്മം ചെയ്യണം. ചില ആളുകൾ മദ്രസക്കും പള്ളിക്കും യതീംഖാനക്കൊക്കെ ധാരാളം കൊടുക്കും. സ്വന്തം കുടുംബത്തിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം ഉണ്ടെങ്കിൽ കൊടുക്കൂല, അല്ലെ സ്വന്തം വീട്ടിൽ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ ഒരു വീട് നിർമ്മിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കൂല. ഒരിക്കലും അങ്ങനെയാകാൻ പാടില്ല.
ഈ ഇൽമു പറയാന്ന് പറഞ്ഞാൽ പഠിച്ചതുള്ള പോലെ പറഞ്ഞില്ലെങ്കിൽ അള്ളാൻ്റെ അടുക്കൽ ഉത്തരവാദിയാവും. സംഗതി പറഞ്ഞാൽ ദാറുൽ ഹിദായക്ക് എല്ലാവരും സംഭാവന തരണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണ് ഞാനിപ്പോൾ ഇത് പറയാതിരിക്കാൻ വേണ്ടത്. കാരണം സ്ഥാപനത്തിന് കൊടുക്കണമെന്നല്ലേ പറയേണ്ടത്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് ഒരു നയാകാശം നമുക്ക് വേണ്ട. നമ്മൾ പഠിച്ച ഹക്കായി പറഞ്ഞിട്ട് അള്ളാഹു നല്ല മനസ്സ് കൊടുക്കുന്നവർക്ക് അള്ളാഹു മനസ്സ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം മതി, അതിലപ്പുറം വേണ്ടേ വേണ്ട. അങ്ങനോട്ട് ഉണ്ടാക്കാൻ അള്ളാഹ് നമ്മളോട് പറഞ്ഞിട്ടുമില്ല. സഹോദരന്മാരെ, ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കുന്നു എൻ്റെ സഹോദരന്മാരോട് നാളെ വരുമ്പോൾ നിങ്ങളൊക്കെ നല്ല സംഭാവന ഇട്ട് കൊണ്ടുവരണം. നമ്മുടെ ദാറുൽ ഹിദായയിലെ ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ, അതുപോലെ തന്നെ ദാറുൽ ഹിദായയുടെ പ്രവർത്തനത്തിന് നിങ്ങളൊക്കെ സംഭാവന കൊടുക്കണം. ഞാൻ ഇന്നലെ ആവശ്യപ്പെട്ടത് നിങ്ങളൊക്കെ ചുരുങ്ങിയത് 1 സെന്റ് ഭൂമിയെങ്കിലും ദാറുൽ ഹിദായക്ക് വാങ്ങിയ ഭൂമിയുടെ കടം തീർക്കാൻ, അതിന്റെ പൈസ കൊടുക്കാൻ വേണ്ടി തരണമെന്ന്. കടം വാങ്ങിയിട്ട് സംഗതി വാങ്ങിയിട്ടുണ്ട്, അതിന് നിങ്ങളൊക്കെ വഖഫായിട്ട് തരണം എന്നാണ്. ആരെങ്കിലും ചിലരൊക്കെ ഒരു തുടക്കം കുറിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു തആല വലിയ തെരളി നമുക്ക് തന്നിട്ട് 1 കോടി ഉറുപ്പികയോളം ചെലവഴിച്ച് അവിടെ ബിൽഡിങ്ങിന്റെ പണി തീരാറായി. ആ സ്ഥലത്തിന്റെ കട ഇതുവരെയും വീടിയിട്ടില്ല. അതേസമയത്ത് ബിൽഡിങ്ങിന്റെ സംഖ്യ ഏറ്റവരിൽ നിന്ന് അൽഹംദുലില്ലാ പൂർണ്ണമായും കിട്ടിയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ഇനിയും ധാരാളം ചെയ്യാനുള്ള തൗഫീഖും നൽകുമാറാകട്ടെ. ആഖിറത്തിൽ സ്വർഗത്തിൽ അതിന് പ്രതിഫലം നൽകുമാറാകട്ടെ. അത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരാൾ നമ്മളെ സഹായിച്ചതാണ്. 1 കോടിയോളം ഉറുപ്പിക വരുന്ന ബിൽഡിംഗ് ഒരാൾ അള്ളാഹു തആല നമുക്ക് തന്നതാണ്. പക്ഷേ അദ്ദേഹം തരാൻ ഏറ്റതിൻ്റെ ശേഷം ഒരു ദിവസം ഞാൻ വല്ലാതെ മനസ്സുകൊണ്ട് വേദനിച്ച് വിഷമിച്ച് കരഞ്ഞു പോയൊരു ദിവസമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അടുക്ക ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ സ്ഥാപനത്തിന് 5 പൈസ ഞാൻ തരൂല. എന്താണ് കാരണം പറഞ്ഞു അവിടെ വെള്ളം കയറുമെന്ന്. എവിടെ? നമ്മളെ ദാറുൽ ഹിദായൻ്റെ ബിൽഡിങ്ങുള്ള പാറക്കുടത്തെ പള്ളീൻ്റെ മേലുള്ള മൈതാനിൻ്റെ കുന്നുമ്പിൽ വെള്ളം കയറും. ആരാ പറയുന്നത്? UAE-യിലുള്ള ഒരു അറബിയാ പറയുന്നത് അവിടെ വെള്ളം കയറും. ഞാൻ ചോദിച്ചു, ആരാ നിങ്ങളോട് പറഞ്ഞത്? അതൊരാൾ എന്നോട് പറഞ്ഞു എന്ന് മാത്രമല്ല, ആ പറഞ്ഞ ആൾ ടെലിഫോൺ നമ്പറൊക്കെ എൻ്റെ അടുത്ത് തന്നിട്ടുണ്ട്, നിങ്ങൾ വന്നാൽ വിളിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു ഇപ്പം വിളിക്കണം അയാളെ. കാരണം അവിടെ വെള്ളം കയറുകയാണെങ്കിൽ ഞാനൊക്കെ ആദ്യം മുങ്ങണം പേരോടൊക്കെ, എന്നാലേ അവിടെ ആടെ വെള്ളം കയറുള്ളൂ. ഇവിടെ ഒട്ടാകെ മുങ്ങണം. ആർക്കട അങ്ങാടി ഉണ്ടാവില്ല, ഒരു വള്ളി ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം ഇപ്പം തന്നെ ടെലിഫോൺ എടുത്ത് വിളിച്ച് നോക്കുമ്പോൾ ടെലിഫോൺ എടുക്കുന്നില്ല. കാരണം ഇയാൾ ഫിത്തന പറയാൻ വേണ്ടി മാത്രം കള്ള ഫോൺ നമ്പർ കൊടുത്തതാ. ഞാനിവിടെ വന്ന് നമ്മുടെ ദിക്ർ ഹൽക്കയിൽ വെച്ച് പാറക്കടവ് ദാറുൽ ഹിദായയിൽ വെച്ച് തന്നെ ആ വിഷയം പറഞ്ഞുകൊണ്ട് മുഅ്മിനീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും കുട്ടികളെയും കൂട്ടി കരഞ്ഞ് ദുആ ചെയ്ത് അൽഹംദുലില്ലാഹ് പിന്നീട് ചെന്നപ്പോൾ അദ്ദേഹം 1 കോടി പൈസ തന്ന് അൽഹംദുലില്ലാഹ് ഇപ്പം അത് തീർത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. പൈസ അത് പൂർണ്ണമായിട്ടും കിട്ടി, ബിൽഡിങ്ങിൻ്റെ പണിയും കഴിഞ്ഞു. പക്ഷേ സ്ഥലം ഇപ്പോഴും കടത്തിലാണ്. അതുകൊണ്ട് അതിന് നിങ്ങളൊക്കെ തരണം. ഒരാളെ കൊണ്ട് കഴിയുന്നു 10 സെന്റ് ഒരു 75,000 ഉറുപ്പിയേ വരുള്ളൂ. 1 സെന്റ് 1,500 ഉറുപ്പിക്കൊന്നും ഇപ്പം കിട്ടൂല, നേരത്തെ വാങ്ങിയ വിലയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങളൊക്കെ തരണം. അതിന് പകരം സ്വർഗത്തിൽ അള്ളാഹു തരും എന്ന് മനസ്സിലാക്കി തരണം. ആഖിറത്തിലും ദുനിയാവിലും അള്ളാഹു തരും എന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായി നിങ്ങൾ പേര് കൊടുക്കണം എന്നുണർത്തുന്നു. ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകും. സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരം തന്നെ വല്ലാത്ത ഭംഗിയാണ്, ഒത്ത നീളമാണ്. അതേ, വളരെ മെലിഞ്ഞുകൊണ്ടുള്ള ശരീരമല്ല, വളരെ തടിച്ചിട്ടുള്ള ശരീരവുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം, ആ മുഖം ഒരൽപ്പം വട്ടമായിട്ടുള്ള മുഖമാണ്. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമാണ്. സുബ്ഹാനല്ലാഹ്. കണ്ണിന് നല്ല കറുപ്പാണ്. അവിടുത്തെ രോമങ്ങൾക്ക്, ആ ശരീരത്തിലുള്ള തലയിലും താടിയിലുമൊക്കെയുള്ള രോമങ്ങൾ ചെടകെട്ടിയ രോമമല്ല. അതേസമയത്ത് പൂർണ്ണമായി തുറന്നു നിൽക്കുന്ന ശൈലിയിലുമല്ല, വളരെ ഭംഗിയുള്ള രോമങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. നെഞ്ഞിന്റെ മേലെ പൊക്കിളിന്റെ സ്ഥലമനുസരിച്ച് നേരെ രോമങ്ങൾ ഇങ്ങനെ മുളച്ചിട്ടുള്ളവരാണ്. കൈയും കാലുമെല്ലാം വളരെ കൃത്യമാണ്. അവിടുന്ന് നടക്കുന്ന സമയത്ത് എടുത്തു വെക്കുന്നത് പോലെ തോന്നുന്ന നടത്തമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്ക് തിരിഞ്ഞു നോക്കുന്ന ശൈലിയാണ്. സുബ്ഹാനല്ലാഹ്. നെഞ്ഞി അതാ വിടർന്നുകൊണ്ടാണ്. അവിടുന്ന് സംസാരിച്ചാൽ ഏറ്റവും നല്ല ശബ്ദമാണ്. അവിടുന്ന് ഏത് കാര്യം അവിടുന്ന് ചെയ്തോ, ഏത് ശരീരത്തിന്റെ ഏത് ഘടന നമ്മൾ നോക്കിയോ,
ആരും പറഞ്ഞു പോകും ലമ്മറ ഖബ്ലഹു വലാ ബൈദഹു മിസ്ലഹു, അതുപോലൊരു ഭംഗിയുള്ള ശരീരം ഞാൻ മുമ്പ് കണ്ടിട്ടില്ല, ശേഷവും കണ്ടിട്ടില്ല. ആരും പറഞ്ഞു പോകുന്ന ആ രൂപത്തിലുള്ള ശാരീരിക പ്രകൃതിയാണ് ബഹുമാനപ്പെട്ട സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശരീരത്തിന്റെ പ്രകൃതി നമുക്ക് വിവരിച്ചു തരികയാണ്.